ക്വസ്റ്റ്യൻ കോഡ് 108/2022 നടന്ന സർവേയർ ഗ്രേഡ് 2 ഹൈഡ്രോ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതേപോലെ ഗ്രൗണ്ട് വാട്ടർ ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ട്രേഡ്സ്മാൻ സർവേ എന്നീ വിഭാഗങ്ങളിലേക്ക് നടത്തിയ കോമൺ ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഭാഗത്ത് 50 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദി സ്റ്റാൻഡേർഡ് കോഡ് സ്പെസിഫൈസ് സൈസ് ആൻഡ് ലേഔട്ട് ഓഫ് ഡ്രോയിങ് ഷീറ്റ്. ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസും ലേഔട്ടും പറയുന്ന കോഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ IS 10711 1983, IS 10711 1983 ആണ് സൈസ് ആൻഡ് ലേഔട്ട് ഓഫ് ഡ്രോയിങ് ഷീറ്റിനെ സംബന്ധിച്ച കോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ഡ്രോയിങ് ഷീറ്റ് ഇൻ വിഡ്ത്ത് ടു ലെങ്ത്. വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെങ്ത് ടു വിഡ്ത്ത് ആണെങ്കിൽ ലെങ്തിനെ നമ്മൾ √2ഉം വിഡ്ത്തിന് 1ഉമാണ് വരുന്നത്. ലെങ്തിന് √2ഉം വിഡ്ത്തിന് 1ഉമാണ് വരുന്നത്. ഇവിടെ വിഡ്ത്ത് ടു ലെങ്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ 1:√2 എന്നാണ് വരുന്നത്. വിഡ്ത്ത് ടു ലെങ്ത് 1:√2. ലെങ്ത് ടു വിഡ്ത്ത് ആണ് ചോദിക്കുന്നതെങ്കിൽ √2:1 ആയിരിക്കും വരുന്നത്. വാട്ട് ഈസ് ദി ഡെസിഗ്നേഷൻ ഓഫ് 297/420 mm സൈസ് പേപ്പർ ആസ് പെർ BIS. BIS അനുസരിച്ച് 297/420 mm സൈസ് പേപ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. A3 സൈസാണ്. അപ്പോൾ ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസുകൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോ ഷീറ്റിൻ്റെയും സൈസ് നമുക്ക് പഠിച്ചാൽ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതുവാൻ കഴിയും. A3യുടെ സൈസാണ് 297/420 mm. ഹാച്ചിങ് ലൈൻ ഷുഡ് ബി ഡ്രോൺ അറ്റ് ആൻ ആംഗിൾ ഓഫ്. ഹാച്ചിങ് ലൈൻസ് നമ്മൾ എത്ര ഡിഗ്രി ചരിച്ചാണ് ഹാച്ച് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 45 ഡിഗ്രിയാണ് ഹാച്ചിങ് ലൈനിൻ്റെ ഡിഗ്രിയിൽ നമ്മൾ പറയുന്നത്. 45 ഡിഗ്രി ചരിച്ചാണ് ഹാച്ചിങ്സ് കൊടുക്കുന്നത്. ഹൈറ്റ് ഓഫ് ലെറ്ററിംഗ് യൂസ്ഡ് ഇൻ സബ് ടൈറ്റിൽസ്. സബ് ടൈറ്റിൽസിൽ നമ്മൾ എത്രയാണ് ഹൈറ്റ് ഓഫ് ലെറ്ററിംഗ് കൊടുക്കേണ്ടത്? സബ് ടൈറ്റിൽസിൽ കൊടുക്കേണ്ട ഹൈറ്റ് ഓഫ് ലെറ്ററിംഗ് എന്ന് പറയുന്നത് 3 to 6 mm ആണ്. 3 മുതൽ 6 mm വരെയാണ് നമ്മൾ സബ് ടൈറ്റിൽസിന് ഹൈറ്റായിട്ട് കൊടുക്കുന്നത്. ഡിസ്റ്റൻസ് ഫ്രം ഔട്ട്ലൈൻ ആൻഡ് ഡയമെൻഷൻ ലൈൻ. നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ്ങിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ഔട്ട്ലൈനിൽ നിന്നും എത്ര മാറിയായിരിക്കണം ഡയമെൻഷൻ ലൈൻ വരേണ്ടത്? ഒബ്ജക്റ്റിൻ്റെ ഔട്ട്ലൈനിൽ നിന്നും എത്ര മാറിയായിരിക്കണം നമ്മൾ ഡയമെൻഷൻ ചെയ്യുന്ന ലൈൻ വരേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 8 to 10 mm. 8 മുതൽ 10 mm വരെയാണ് മാറി വരേണ്ടത്. ഔട്ട്ലൈനിൽ നിന്നും ഡയമെൻഷൻ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് 8 മുതൽ 10 mm വരെയാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദി ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് മാക്സിമം ലെങ്ത് ഓഫ് സ്കെയിൽ. സ്കെയിലിൻ്റെ മാക്സിമം ലെങ്ത് മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ മാക്സിമം ലെങ്ത് ടു ബി മെഷേർഡ് ഇൻറ്റു RF എന്നുള്ളതാണ്. ആ സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യേണ്ട മാക്സിമം ലെങ്ത് ഇൻറ്റു RF. അതാണ് പ്ലെയിൻ സ്കെയിൽ, ഡയഗണൽ സ്കെയിലിൻ്റെയൊക്കെ മാക്സിമം ലെങ്ത് കണ്ടുപിടിക്കുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. മാക്സിമം ലെങ്ത് ടു ബി മെഷേർഡ് ഇൻറ്റു RF. RF എന്നാൽ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ആണ്. RF എന്നാൽ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ആണ്. RF ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ഇൻ ഡ്രോയിങ്. RF ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ഇൻ ഡ്രോയിങ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ആണ്. ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ഇൻ ഡ്രോയിങ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദി മെഷർ ഓഫ് ഈച്ച് ഇൻറ്റേർണൽ ആംഗിൾ ഓഫ് റെഗുലർ പെൻറ്റഗൺ. പെൻറ്റഗൺ എന്നാൽ 5 വശങ്ങൾ വരുന്ന ജോമെട്രിക്കൽ ഫിഗർ ആണ് പെൻറ്റഗൺ. റെഗുലർ പെൻറ്റഗൺ എന്നാൽ 5 വശങ്ങളും 5 ആംഗിൾസും അതിൻ്റെ ഈക്വൽ ആയിരിക്കും. റെഗുലർ പെൻറ്റഗണിലെ ഓരോ കോണും 108 ഡിഗ്രിയാണ് വരുന്നത്. റെഗുലർ പെൻറ്റഗണിലെ ഓരോ കോണും 108 ഡിഗ്രിയാണ് വരുന്നത്. എന്നാൽ റെഗുലർ ഹെക്സഗൺ ആണെങ്കിൽ അത് 120 ഡിഗ്രി ആയിരിക്കും. റെഗുലർ ഹെക്സഗണിൻ്റെത് 120 ഡിഗ്രിയും റെഗുലർ പെൻറ്റഗണിൻ്റെത് 108 ഡിഗ്രിയുമാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് കോണിക്സ് ഹാസ് ആൻ എക്സെൻട്രിസിറ്റി ആസ് യൂണിറ്റി. എക്സെൻട്രിസിറ്റി 1 വരുന്ന യൂണിറ്റ് വരുന്ന കോണിക് സെക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സെൻട്രിസിറ്റി 1 വരുന്നത് പരാബോളയ്ക്കാണ്. എക്സെൻട്രിസിറ്റി 1 വരുന്നത് പരാബോളയ്ക്കാണ്. 10ാമത്തെ ചോദ്യം, പ്രൊജക്ഷൻ ഓഫ് പോയിന്റ് ഇൻ തേർഡ് ക്വാഡ്രൻറ്റ് വിൽ ബി. തേർഡ് ക്വാഡ്രൻറ്റിലെ പോയിൻറ്റിൻ്റെ പ്രൊജക്ഷൻ തേർഡ് ക്വാഡ്രൻ്റ് ആകുമ്പോൾ ഇവിടെയാണ് തേർഡ് ക്വാഡ്രൻറ്റ് വരുന്നത്. തേർഡ് ക്വാഡ്രൻറ്റിൽ
ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു വെർട്ടിക്കൽ പ്ലെയിനിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. പോയിൻ്റ് തേർഡ് ക്വാഡ്രൻറ്റിൽ വരുമ്പോൾ ഫ്രണ്ട് വ്യൂ വെർട്ടിക്കൽ പ്ലെയിനിലായിരിക്കും. ഫ്രണ്ട് വ്യൂ ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ എന്നാണ് ആൻസർ വരുന്നത്. വാട്ട് ഈസ് ദി നെയിം ഓഫ് സർവേയിങ് ദി സെറ്റിംഗ് ഔട്ട് വർക്ക് ഓൺ ഗ്രൗണ്ട്? സെറ്റിംഗ് ഔട്ട് വർക്കിനെ വിളിക്കുന്ന ബ്രാഞ്ച് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദി നെയിം ഓഫ് സർവേയിങ് ഫോർ സെറ്റിംഗ് ഔട്ട് വർക്ക്? സെറ്റിംഗ് ഔട്ട് വർക്കിനെ വിളിക്കുന്ന പേരാണ് ലൊക്കേഷൻ സർവേ. എഞ്ചിനീയറിംഗ് സർവേയെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു: റെക്കഗ്നൈസൻസ് സർവേ, പ്രിലിമിനറി സർവേ ആൻഡ് ലൊക്കേഷൻ സർവേ. അതിൽ തന്നെ വരുന്ന ലൊക്കേഷൻ സർവേ ആണ് സെറ്റിംഗ് ഔട്ട് വർക്കിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 12ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി ലിമിറ്റ് ഓഫ് എറർ ഇൻ 20 മീറ്റർ ചെയിൻ? 20 മീറ്റർ ചെയിനിലെ ലിമിറ്റ് ഓഫ് എറർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ±5 mm ആണ്. ലിമിറ്റ് ഓഫ് എറർ ഇൻ 20 മീറ്റർ ചെയിൻ ±5 mm ആണ്. അടുത്ത ചോദ്യം, ഹൗ ദി ചെയിൻ ഈസ് അഡ്ജസ്റ്റഡ് ഇഫ് ദി ചെയിൻ ഈസ് ഫൗണ്ട് ടു ഇൻക്രീസ് ഇൻ ലെങ്ത് ദാൻ ദി സ്റ്റാൻഡേർഡ് ലെങ്ത്? സ്റ്റാൻഡേർഡ് ലെങ്തിനെക്കാട്ടിലും ചെയിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്തു പോയാൽ, കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബൈ ലെങ്തനിങ് ദി ലിങ്ക്സ് അറ്റ് ഹാൻഡിൽ, ബൈ ഇൻസർട്ടിങ് എ ന്യൂ റിങ്സ് ആസ് റിക്വയർഡ്, ബൈ റിമൂവിങ് സം ഓഫ് ദി റിങ്സ്, ബൈ സ്ട്രൈറ്റനിങ് ദി ബെൻഡ് ഓഫ് ലിങ്ക്സ്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ലെങ്തിനെക്കാട്ടിലും കൂടിപ്പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കൂടിയ ലെങ്ത് കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ കുറയ്ക്കാൻ പറഞ്ഞിരിക്കുന്ന ഒരു മെത്തേഡ് ഇവിടെ ബൈ റിമൂവിങ് സം ഓഫ് ദി റിങ്സ് ആണ്. ലെങ്ത് കുറച്ച് കറക്റ്റായിട്ടുള്ള ആക്ച്വൽ ലെങ്തിലേക്ക് വരണമെങ്കിൽ ബൈ റിമൂവിങ് സം ഓഫ് ദി റിങ്സ്. 14ാമത്തെ ചോദ്യം, വിച്ച് സർവേയിങ് ഈസ് ടേക്കൺ ടു ഡിറ്റർമിനിങ് ഡിഫറെൻറ്റ് സ്ട്രാറ്റാസ് ഇൻ എർത്ത് ക്രസ്റ്റ്? ഭൂമിയുടെ എർത്ത് ക്രസ്റ്റിൻ്റെ ഡിഫറെൻറ്റ് സ്ട്രാറ്റാസിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സർവേയിങ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ജിയോളജിക്കൽ സർവേ ആണ്. ജിയോളജിക്കൽ സർവേ. ആസ്ട്രോണമിക്കൽ സർവേ സ്റ്റാർസിൻ്റെയും സണ്ണിൻ്റെയൊക്കെ പൊസിഷൻ കണ്ടെത്താൻ, ഹെവൻലി ബോഡീസിൻ്റെ പൊസിഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന സർവേ ആണ് ആസ്ട്രോണമിക്കൽ സർവേ. ആർക്കിയോളജിക്കൽ സർവേ എന്ന് പറഞ്ഞാൽ നമുക്ക് ചരിത്രപരമായി പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ, ആൻറ്റിക്വിറ്റീസ് ഉള്ള സ്ഥലങ്ങളിൽ നടത്തുന്ന സർവേ ആണ് ആർക്കിയോളജിക്കൽ സർവേ. ജിയോഡറ്റിക് സർവേ എന്നാൽ നമ്മൾ എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുന്ന സർവേ ആണ് ജിയോഡറ്റിക് സർവേ. നെക്സ്റ്റ് 15ാമത്തെ ചോദ്യം, ചെയിൻ സർവേയിങ് യൂസസ് ദി പ്രിൻസിപ്പിൾ ഓഫ്? ചെയിൻ സർവേയിങ്ങിൽ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെയിൻ സർവേയിൽ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ ട്രയാങ്കുലേഷൻ ആണ്. നമ്മൾ ഒരു ഏരിയയെ ട്രയാങ്കിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത ശേഷമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ട്രയാങ്കുലേഷനാണ് ചെയിൻ സർവേയുടെ പ്രിൻസിപ്പിൾ. 16ാമത്തെ ചോദ്യം, ഹൗ മെനി ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഇൻ സർവേയിങ്? സർവേയിങ്ങിൽ എത്ര പ്രിൻസിപ്പിൾസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സർവേയിങ്ങിൽ എത്ര പ്രിൻസിപ്പിൾസ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 പ്രിൻസിപ്പിളാണ് ഉള്ളത്. 1 വർക്ക് ഫ്രം ഹോൾട്ട് പാർട്ടും 2 ന്യൂ സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും. മറ്റ് 2 സ്റ്റേഷനുകളിൽ നിന്നുള്ള ലീനിയർ അല്ലെങ്കിൽ ആംഗുലാർ മെഷർമെൻറ്റ്സ് എടുത്തുകൊണ്ട് മൂന്നാമതൊരു സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ആ 2 പ്രിൻസിപ്പിളാണുള്ളത്. 16ാമത്തേതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 2 ആണ്. 17ാമത്തെ ചോദ്യം, ഇൻ എ മെട്രിക് ചെയിൻ ദി എൻഡ്സ് ഓഫ് ഈച്ച് ലിങ്ക് ഈസ് കണക്റ്റഡ് ബൈ? മെട്രിക് ചെയിനിലെ ഓരോ ലിങ്കിനെയും കണക്റ്റ് ചെയ്തുകൊണ്ട് എത്ര റിങ്ങുകളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 3 ഓവൽ റിങ്സ് വീതമാണ് ഉള്ളത്. ഓരോ ലിങ്കിനെയും കണക്റ്റ് ചെയ്തുകൊണ്ട് 3 ഓവൽ റിങ്ങുകൾ വീതമാണ് ഉള്ളത്. 18ാമത്തെ ചോദ്യം, വിച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ ദി ആക്യുറസി ഓഫ് ദി ഫ്രെയിം വർക്ക് ഓഫ് സർവേ? ആക്യുറസി ഓർ ഫ്രെയിം വർക്ക് ഓഫ് സർവേ, ആക്യുറസി മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഏത് ലൈനാണ് ഉപയോഗിക്കുന്നത്? ചെക്ക് ലൈൻ. ആക്യുറസി ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലൈനാണ് ചെക്ക് ലൈൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദി പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ദി ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സ് ഓൺ സർവേ ലൈൻ? ഒരു സർവേ ലൈനിൽ അതിന് ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ റേഞ്ചിങ്. റേഞ്ചിങ് ആണ് നമ്മൾ 2 സ്റ്റേഷൻ പോയിൻറ്റ്സിനിടയിൽ ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് റേഞ്ചിങ്. വാട്ട് ഈസ് ദി ലാറ്ററൽ ഡിസ്റ്റൻസ് ഫ്രം ദി സർവേ ലൈൻ ടു ദി ഒബ്ജക്റ്റ് മെഷേർഡ്? ചെയിൻ ലൈനിൽ നിന്നും അല്ലെങ്കിൽ സർവേ ലൈനിൽ നിന്നും ലാറ്ററലായിട്ട് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ഓഫ്സെറ്റ്. ഓഫ്സെറ്റ് ഡിസ്റ്റൻസ്. ലോങ് ഓഫ്സെറ്റും ഷോർട്ട് ഓഫ്സെറ്റും നമ്മൾ പറഞ്ഞാണ് 15 മീറ്ററാണ് അതിൻ്റെ ഒരു റേഞ്ച് വരുന്നത്.
വെയർ സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്ക് ഈസ് യൂസ്ഡ് ഇൻ സർവേയിങ്. സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്ക് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? സിംഗിൾ ലൈൻ ഉപയോഗിക്കുന്നത് ലാർജ് സ്കെയിൽ സർവേക്കാണ് സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏരിയ ഓഫ് ട്രപ്പിസോയിഡ് ഈസ്. ട്രപ്പിസോയിഡിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഏരിയ ഓഫ് ട്രപ്പിസോയിഡ് എന്ന് പറയുന്നത് ബേസ് മൾട്ടിപ്ലൈഡ് ബൈ ദി ഹാഫ് ദി സം ഓഫ് ദി പെർപെൻഡിക്കുലേഴ്സ്. നമ്മുടെ ട്രപ്പിസോയിഡിൽ വരുന്ന പെർപെൻഡിക്കുലറുകളുടെ മൾട്ടിപ്ലൈ ചെയ്ത സമ്മ് മൾട്ടിപ്ലൈ ചെയ്ത ശേഷം അതിനോട് ബേസിൻ്റെ ഹാഫ് കൂട്ടുക. അതായത് പെർപെൻഡിക്കുലേഴ്സ് ഇപ്പോൾ എ ആൻഡ് ബി ആണെങ്കിൽ എ പ്ലസ് ബിയുടെ A+B/2 ഇൻറ്റു ഡി. ബേസ് ഡി ആണെങ്കിൽ A+B/2 ഇൻറ്റു ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി ഫസ്റ്റ് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് പ്രിസ്മാറ്റിക് കോമ്പസ്. പ്രിസ്മാറ്റിക് കോമ്പസിൻ്റെ ആദ്യത്തെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് സെൻറ്ററിംഗ് ആണ്. സെൻറ്ററിംഗ്. ബോക്സ് ഓഫ് കോമ്പസ് ഈസ് മെയ്ഡ് ഓഫ്. കോമ്പസിൻ്റെ ബോക്സ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ബ്രാസ് ആണ്. ബോക്സ് ഓഫ് കോമ്പസ് ഈസ് മെയ്ഡ് ഓഫ് ബ്രാസ്. നെക്സ്റ്റ് ചോദ്യം, ഇൻ എ പ്രിസ്മാറ്റിക് കോമ്പസ് വിച്ച് ഈസ് ഗ്രാജുവേറ്റഡ് അറ്റ് സൗത്ത് എൻഡ്. സൗത്ത് എൻഡിലുള്ള ഗ്രാജുവേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം പ്രിസ്മാറ്റിക് കോമ്പസിനകത്ത് പ്രിസമുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലാണ് ആംഗിൾസ് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ സൗത്ത് എൻഡിൽ മാർക്ക് ചെയ്യേണ്ടത് നോർത്തിൽ കാണേണ്ട ആംഗിൾ ആയിരിക്കണം. അതെത്രയാണ്? 0 ആണ്. നോർത്തിൻ്റെ ആംഗിൾ 0. അപ്പോൾ സൗത്ത് എൻഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് 0 ഡിഗ്രി ആണ്. സൗത്ത് എൻഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് 0 ഡിഗ്രി. അടുത്ത ചോദ്യം, ദി WCB ഓഫ് എ ലൈൻ ഈസ് 236 ഡിഗ്രി 37 മിനിറ്റ്സ്. ഇറ്റ്സ് റെഡ്യൂസ്ഡ് ബിയറിംഗ്. 236 ഡിഗ്രി 37 മിനിറ്റിൻ്റെ റെഡ്യൂസ്ഡ് ബിയറിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോർത്ത് ഇവിടെ സൗത്തിൽ 180 ഡിഗ്രിയും ഇവിടെ ഈസ്റ്റ് ഇത് വെസ്റ്റിലാണ് 270 ഡിഗ്രി വരുന്നത്. അപ്പോൾ 236 ഡിഗ്രി 37 മിനിറ്റ് എന്നുള്ളത് 180നും 270നും ഇടയിൽ വരുന്നത് കൊണ്ട് തന്നെ സൗത്ത് വെസ്റ്റിലായിരിക്കും ഇതുള്ളത്. അപ്പോൾ സൗത്ത് വെസ്റ്റ് ഓപ്ഷൻ എ ആണ് വരുന്നത്. നെക്സ്റ്റ് 27ാമത്തെ ചോദ്യം, ദ റെഡ്യൂസ്ഡ് ബിയറിംഗ് ഓഫ് എ ലൈൻ ഈസ് നോർത്ത് 58 ഡിഗ്രി 24 മിനിറ്റ് വെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ WCB എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോർത്ത് വെസ്റ്റിൽ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 360ൽ നിന്നും കുറയ്ക്കുക എന്നുള്ളതാണ്. നോർത്ത് വെസ്റ്റിലെ ബിയറിംഗ് തരികയാണെങ്കിൽ 360ൽ നിന്നും കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 360ൽ നിന്ന് കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് 360 ഡിഗ്രി എന്നുള്ളത് 359 ഡിഗ്രി 60 മിനിറ്റ് എന്നെടുത്ത് വേണം നമുക്ക് കുറയ്ക്കാൻ. ഇവിടെ 58 ഡിഗ്രി 24 മിനിറ്റ് കുറയ്ക്കുമ്പോൾ 301 ഡിഗ്രി 36 മിനിറ്റ് എന്ന് നമുക്ക് കിട്ടും. 301 ഡിഗ്രി 36 മിനിറ്റ് ഓപ്ഷൻ എ ആണ്. നോർത്ത് വെസ്റ്റ് വരുമ്പോൾ 360ൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. മിനിറ്റ് വന്നിരിക്കുന്നത് കൊണ്ട് 360 ഡിഗ്രിയെ 359 ഡിഗ്രി 60 മിനിറ്റ് എന്ന് എഴുതി കുറയ്ക്കുന്നതാണ് എളുപ്പം. 28ാമത്തെ ചോദ്യം, which is the included angle of ABC between the bearing of line AB 75 degree and bearing of BC is 110 degree. എ ബിയും ബി സിയുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബി ആണ് മിഡിലിൽ വരുന്ന പോയിൻ്റ്. എ ബിയുടെയും ബി സിയുടെയും പോയിൻ്റ് തന്നിട്ടുണ്ട്. എ ബി 75 ഡിഗ്രി ഇത്തരത്തിലാണ് അതിൻ്റെ ഒരു ചിത്രം വരുന്നത്. നമുക്ക് എ ബിയുടെ ബിയറിംഗ് തന്നിട്ടുണ്ട് 75 ഡിഗ്രി, അത് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് 75 ഡിഗ്രി. ബി സിയുടെ ബിയറിംഗ് ഇവിടെ ബി സിയുടെ ബിയറിംഗ് 110 ഡിഗ്രിയും തന്നിട്ടുണ്ട്. നമുക്കപ്പോൾ വേണ്ടുന്ന ആംഗിൾ വരുന്നത് എ ബി ആണ്. എ ബി സി ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ആംഗിളാണ് വേണ്ടത്. അപ്പോൾ ഇത് 75 ഡിഗ്രി ആണെങ്കിൽ ഇതും 75 ഡിഗ്രി ആയിരിക്കും. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഇത് 110 ഡിഗ്രി വരുമ്പോൾ അതിൻ്റെ ബാക്കി 70 ഡിഗ്രി വരും. അപ്പോൾ 70 + 75 145 എന്ന് നമുക്ക് കിട്ടും. 145 എന്ന് കിട്ടുന്നു. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസറായി വരുന്നത്. ഓപ്ഷൻ ബി. 29ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഓഫ് ദി സൺ? മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് സൺ അറ്റ് നൂൺ ഈസ് 355 ഡിഗ്രി. സൺ അറ്റ് നൂണിൻ്റെ 355 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ട്രൂ ബിയറിംഗ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് +or - ഡിക്ലിനേഷൻ.
ട്രൂ ബിയറിങ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ എന്ന ഇക്വേഷൻ. ഇതിലേക്ക് ട്രൂ ബിയറിംഗ് എന്നത് 360 ആണ് വരുന്നത്. സൺ അറ്റ് നൂൺ 360 സമം 355 പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഇവിടെ നമുക്ക് ഈ സൈഡിൽ 360 ആണ് വരുന്നത്, ഇപ്പുറത്തെ സൈഡിൽ 355 പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ. അങ്ങനെ രണ്ട് സൈഡും തുല്യമാകണമെങ്കിൽ ഇവിടെ +5 ആണ് വരേണ്ടത്. +5 പ്ലസ് വരികയാണെങ്കിൽ അത് ഈസ്റ്റ് ആണ്. ഈസ്റ്റിനെയാണ് ഡിക്ലിനേഷൻ നമ്മൾ പോസിറ്റീവായി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ +5 എന്നുള്ളത് 5 ഡിഗ്രി ഈസ്റ്റ് എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. 29 ഓപ്ഷൻ എ ആണ് ഉത്തരമായി വരുന്നത്, 5 ഡിഗ്രി ഈസ്റ്റ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദി ഇൻക്ലിനേഷൻ ഓഫ് ദി നീഡിൽ വിത്ത് ഹൊറിസോണ്ടൽ ഇൻ പ്രിസ്മാറ്റിക് കോമ്പസ്? പ്രിസ്മാറ്റിക് കോമ്പസിൽ നീഡിൽ ഹൊറിസോണ്ടലുമായി ഉണ്ടാക്കുന്ന ആംഗിളിനെ, ഇൻക്ലിനേഷനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിപ്പ് ഓഫ് ദി നീഡിൽ, ഡിപ്പ് എന്നാണ് പറയുന്നത്, ഡിപ്പ് ഓഫ് ദി നീഡിൽ. അടുത്ത ചോദ്യം, ലോക്കൽ അട്രാക്ഷൻ ഓഫ് കോമ്പസ് സർവേയിങ് ഒക്വർ ഡ്യൂ ടു? ലോക്കൽ അട്രാക്ഷൻ എന്ത് മൂലമാണ് ഉണ്ടാവുന്നത്? ലോക്കൽ അട്രാക്ഷൻ എന്ന എറർ സംഭവിക്കുന്നത് എന്ത് മൂലമാണ്? പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് നിയർ ദി ഇൻസ്ട്രുമെൻറ്റ്. ഇൻസ്ട്രുമെൻറ്റിൻ്റെ അടുത്ത് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്, കാന്തത്തിന് ആകർഷിക്കുവാൻ കഴിയുന്ന സബ്സ്റ്റൻസസ് വരുമ്പോഴാണ് ലോക്കൽ അട്രാക്ഷൻ സംഭവിക്കുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദി ഇൻക്ലൂഡഡ് ആംഗിൾ ബിറ്റ്വീൻ ലൈൻസ് ഒ എ ആൻഡ് ഒ ബി ഇഫ് ദെയർ ബിയറിംഗ്സ് ആർ 25 ഡിഗ്രി ആൻഡ് 340 ഡിഗ്രി? ഒ എക്കും ഒ ബിക്കും ഇടയിലുണ്ടാകുന്ന ഇൻക്ലൂഡഡ് ആംഗിൾസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒ എയുടെ ബിയറിംഗ് 25 ഡിഗ്രി എന്നും ഒ ബിയുടേത് 340 ഡിഗ്രി എന്നും നമുക്ക് തന്നിട്ടുണ്ട്. ഒ എയുടെ ബിയറിംഗ് 25 ഡിഗ്രിയും ഒ ബിയുടേത് 340 ഡിഗ്രി എന്നാണ് തന്നിരിക്കുന്നത്. 340 ഡിഗ്രി ബി ക്വാഡ്രൻ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ വരും എന്നുള്ള കാണാൻ പറ്റും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് എ ഒ ബി ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻക്ലൂഡഡ് ആംഗിൾ ആണ്, ഇതിനുള്ളിൽ വരുന്ന കോണാണ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം മുഴുവൻ 360 ഡിഗ്രിയിൽ നിന്ന് ഇത്ര 340 പോയാൽ 20 ഡിഗ്രി വരുന്നു. 20 ഡിഗ്രി 20 + 25 മുഴുവൻ 45 ഡിഗ്രിയാണ് നമുക്ക് വരുന്നത്. 45 ഡിഗ്രി 00 മിനിറ്റ് എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. ഇത്രയും ഭാഗം 20 ഡിഗ്രി, ബാക്കി വരുന്ന 25 ഡിഗ്രി, ഇത്രയുമാണ് നമുക്ക് വേണ്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രൂ ബിയറിംഗ് ഓഫ് എ ലൈൻ ഈസ് 217 ഡിഗ്രി ആൻഡ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ 2 ഡിഗ്രി വെസ്റ്റ്. ഫൈൻഡ് ദി മാഗ്നറ്റിക് ബിയറിംഗ്. നമുക്കറിയാം ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ. ഇവിടെ വെസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. 2 ഡിഗ്രി കുറയ്ക്കണം. 217 നിന്നും 2 ഡിഗ്രി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, ഇവിടെ ട്രൂ ബിയറിംഗ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് മൈനസ് ഡിക്ലിനേഷൻ ആണ് വെസ്റ്റ് ആയതുകൊണ്ട് വരുന്നത്. അപ്പോൾ ട്രൂ ബിയറിംഗ് 217 ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് -2. അപ്പോൾ മാഗ്നറ്റിക് ബിയറിംഗ് കണ്ടുപിടിക്കാൻ -2 ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് ആകും. 217 + 2 എന്നാകും. അപ്പോൾ 219 ഡിഗ്രി എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. 219 ഡിഗ്രി. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദി ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ദി സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രാവേഴ്സ്? ഒരു ട്രാവേഴ്സിലെ ഇൻറ്റീരിയർ ആംഗിൾസ് കണ്ടുപിടിക്കുന്ന, സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2n - 4 റൈറ്റ് ആംഗിൾസ് ആണ്. 2n - 4 × 90, n - 2 × 180 ഡിഗ്രി അല്ലെങ്കിൽ 2n - 4 × 90 എന്ന് വരും. വിച്ച് മെത്തേഡ് ഓഫ് പ്ലെയിൻ ടേബിൾ സർവേയിങ് ഈസ് സ്യൂട്ടബിൾ വെൻ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് or impossible to measure distances in a mountainous country and also for checking distant objects? ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സ് ചെക്ക് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഒരു മൗണ്ടേനിയസ് കൺട്രിയിലുമൊക്കെ ചെയ്യുന്ന ലെവൽ ഓഫ് ഏത് മെത്തേഡ് ഓഫ് പ്ലെയിൻ ടേബിളിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്? അത് ഇൻ്റർസെക്ഷൻ ആണ്. ഇൻ്റർസെക്ഷൻ ഇനാക്സസിബിൾ ആയിട്ടുള്ള, ആക്സസ് ചെയ്യാൻ പ്രയാസമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇൻ്റർസെക്ഷൻ. Next question, the most suitable surveying used for the filling in of the details between the stations previously fixed by triangulation or theodolite traversing is?
ട്രയാങ്കുലേഷൻ അല്ലെങ്കിൽ തിയോഡിലൈറ്റ് ഉപയോഗിച്ച് ചെയ്ത സർവേയിങ്ങിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന ഏത് സർവേ മെത്തേഡാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് പ്ലെയിൻ ടേബിൾ സർവേ ആണ്. പ്ലെയിൻ ടേബിൾ സർവേ. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ ഇസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് പ്ലെയിൻ ടേബിളിംഗ്? പ്ലെയിൻ ടേബിളിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ പ്രിപ്പയറിംഗ് സ്മോൾ സ്കെയിൽ മാപ്സ്. അത് ശരിയാണ്, അഡ്വാൻറ്റേജ് ആണ്. സർവേയർ ക്യാൻ കമ്പയർ ദി പ്ലോട്ടഡ് വർക്ക് വിത്ത് ആക്ച്വൽ ഫീച്ചേഴ്സ് ഓഫ് ദി ഏരിയ സർവേഡ്. ഏരിയ സർവേ ചെയ്യുന്ന ഏരിയയുമായിട്ട് നമുക്ക് ആക്ച്വൽ വർക്കിനെ കമ്പയർ ചെയ്യാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ഇൻറ്റൻറ്റഡ് ഫോർ ആക്യുറേറ്റ് വർക്ക്. അതൊരു അഡ്വാൻറ്റേജ് അല്ല. There is not possibility of omitting the necessary measurements of the map if plotted in field. ഫീൽഡിൽ വെച്ച് തന്നെ നമുക്ക് പ്ലോട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മെഷർമെൻറ്റ്സ് ഒന്നും നഷ്ടപ്പെട്ടു പോകില്ല. അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അഡ്വാൻറ്റേജ് അല്ലാത്തത് 3 വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ മാർക്കിംഗ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് മെറിഡിയൻ ഓൺ എ പേപ്പർ ഇൻ പ്ലെയിൻ ടേബിൾ സർവേ? പ്ലെയിൻ ടേബിൾ സർവേയിൽ നമ്മൾ നോർത്ത് മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്താണെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നോർത്ത് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ട്രഫ് കോമ്പസ് ആണ്. ട്രഫ് കോമ്പസ് ഉപയോഗിച്ചാണ് മാർക്ക് ചെയ്യുന്നത്. ദി ഓപ്പറേഷൻ ഓഫ് പ്ലേസിംഗ് ദി ടേബിൾ ഓവർ ദി സ്റ്റേഷൻ ഓൺ ദി ഗ്രൗണ്ട് ദാറ്റ് ദി പോയിന്റ് പ്ലോട്ടഡ് ഓൺ ദി ഷീറ്റ് കറസ്പോണ്ടിങ് ടു ദി സ്റ്റേഷൻ ഒക്യുപ്പൈഡ് ഷുഡ് ബി എക്സാക്ട്ലി ഓവർ ദി സ്റ്റേഷൻ ഓൺ ദി ഗ്രൗണ്ട് ഈസ് നോൺ ആസ്. അതായത് ഗ്രൗണ്ടിലെ പോയിന്റിന് അതേ സ്ഥലത്ത് തന്നെ അതിന് നേരെ മുകളിലായി തന്നെ നമ്മൾ ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് സെൻറ്ററിങ്. സെൻറ്ററിങ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസറായി വരുന്നത്. അടുത്ത ചോദ്യം. ദി ലൈൻ ജോയിനിങ് ദി ഇൻ്റർസെക്ഷൻ ഓഫ് ക്രോസ് ഹെയർസ് ടു ദ ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ദി ഒബ്ജക്റ്റ് ഗ്ലാസ് ആൻഡ് ഇറ്റ്സ് കണ്ടിന്യൂവേഷൻ ഈസ് കോൾഡ്. ക്രോസ് ഹെയർസും ഒപ്റ്റിക് സെൻറ്റർ ഓഫ് ഒബ്ജക്റ്റ് ഗ്ലാസും തമ്മിലുള്ള ജോയിൻ ചെയ്ത് വരുന്ന ലൈനിനെ, കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന ലൈനിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്കറിയാം. ലൈൻ ഓഫ് കൊളിമേഷനെയും ലൈൻ ഓഫ് കൊളിമേഷൻ എന്നും അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് എന്നും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഓപ്ഷൻ 1 ആണ്, എ ആണ് കറക്റ്റ് ആൻസർ. 1 or 2. ലൈൻ ഓഫ് കൊളിമേഷൻ എന്നും പറയാം, ലൈൻ ഓഫ് സൈറ്റ് എന്നും പറയാം. 41ാമത്തെ ചോദ്യം. ദി വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എബോവ് ഓർ ബിലോ ദി ഡാറ്റം ഈസ്. ഒരു ഡാറ്റം ലൈനിന് മുകളിലേക്കോ താഴേക്കോ ഉള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എലിവേഷൻ അല്ലെങ്കിൽ റെഡ്യൂസ് ലെവൽ എന്നാണ് വിളിക്കുന്നത്. എലിവേഷൻ. ദി മെത്തേഡ് ഓഫ് ലെവലിംഗ് ഇൻ വിച്ച് ഇറ്റ് ഈസ് നെസസറി ടു സെറ്റപ്പ് ദി ലെവൽ ഇൻ സെവറൽ പൊസിഷൻസ് ആൻഡ് ടു വർക്ക് ഇൻ എ സീരീസ് ഓഫ് സ്റ്റേജിൽ നമ്പർ ഓഫ് പൊസിഷൻസ് മാറ്റി ലെവൽ പല പല സ്ഥലങ്ങളിലായി സെറ്റ് ചെയ്ത് നമ്പർ ഓഫ് പൊസിഷൻസ് മാറ്റി ചെയ്യുന്ന ലെവലിംഗ് മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് നമുക്ക് ഡിഫറൻഷ്യൽ ലെവലിംഗ് എന്ന് പറയാം, കോമ്പൗണ്ട് ലെവലിംഗ് എന്ന് പറയാം, കണ്ടിന്യൂസ് ലെവലിംഗ് എന്നും പറയാം. ഓൾ ഓഫ് ദീസ് ആണ് ആൻസറായി വരുന്നത്. ഇൻ ട്രിഗണോമെട്രിക്കൽ ലെവലിംഗിൽ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദി എലിവേഷൻ ഓഫ് പോയിൻറ്റ്സ് ആർ കമ്പ്യൂട്ടഡ് ഫ്രം വെർട്ടിക്കൽ ആംഗിൾസ് ആൻഡ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസസ് മെഷേർഡ് ഇൻ ദി ഫീൽഡ്. കറക്റ്റായിട്ട് വരുന്നത്. വെർട്ടിക്കൽ ആംഗിളിൽ നിന്നും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിൽ നിന്നുമാണ് നമ്മൾ ആ ഒരു മെഷർമെൻറ്റ് എടുക്കുന്നത്. 44ാമത്തെ ചോദ്യം. ഇൻ പ്രിസൈസ് ലെവലിംഗ് വർക്ക് ദി എഫക്റ്റ് ഓഫ് കർവേച്ചർ ഈസ് ദാറ്റ് ദി ഒബ്ജെക്ട് സൈറ്റഡ് ടു അപ്പിയർ. എഫക്റ്റ് ഓഫ് കർവേച്ചർ എങ്ങനെയാണ് നമ്മളെ ഒബ്ജക്റ്റിനെ കാണിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോവർ ദാൻ റിയലി ദേ ആർ. കർവേച്ചർ മൂലം നമ്മൾ ശരിക്കും ഉള്ളതിനേക്കാട്ടിൽ താഴെയായിട്ടായിരിക്കും തോന്നുന്നത്. 45 റോങ് സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദി അഡ്വാൻറ്റേജ് ഓഫ് റെസിപ്രോക്കൽ ലെവലിംഗ് ഈസ് ദാറ്റ് ഇറ്റ് എലിമിനേറ്റ്സ്. അതായത് റെസിപ്രോക്കൽ ലെവലിങ്ങിൽ എന്താണ് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നത് എന്നാണ്. അറ്റ്മോസ്ഫെറിക് എറർ. ദി കറക്ഷൻ ഫോർ കർവേച്ചർ ഫോർ എ ഡിസ്റ്റൻസ് ഓഫ്. കറക്ഷൻ ഫോർ കർവേച്ചർ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 0.0785d². അതിലേക്ക് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 0.0785 ഇൻറ്റു 4ൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം, അതായത് 0.0785 ഇൻറ്റു 16 ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. അത് 1.256 ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സെൻസിറ്റീവ്നെസ് ഓഫ് ബബിൾ ട്യൂബ് ഇൻക്രീസ്ഡ് ബൈ. ബബിൾ ട്യൂബിൻ്റെ സെൻസിറ്റീവ്നെസ് എങ്ങനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെൻസിറ്റീവ്നെസ് ഓഫ് ബബിൾ ട്യൂബ് ഇൻക്രീസ്ഡ് ബൈ increase in length of bubble, decrease of viscosity, surface tension of liquid in level tube, all the above. Answer all the above ആണ്.
ഓൾ ദി എബോവ്. ലെങ്ത് കൂട്ടാം, വിസ്കോസിറ്റി കുറയ്ക്കാം, സർഫസ് ടെൻഷൻ കുറയ്ക്കാം. 48ാമത്തെ ചോദ്യം. ദി സ്റ്റാഫ് റീഡിംഗ് ടേക്കൺ ഓൺ എ പോയിന്റ് ഓഫ് നോൺ റെഡ്യൂസ് ലെവൽ ഓൺ ബെഞ്ച് മാർക്ക് ഓർ ചേഞ്ച് പോയിന്റ് ഈസ്. നോൺ റെഡ്യൂസ് ലെവൽ അല്ലെങ്കിൽ ബെഞ്ച് മാർക്കിൽ എടുക്കുന്ന റെഡ്യൂസ് ലെവൽ അല്ലെങ്കിൽ ചേഞ്ച് പോയിന്റിൽ ആദ്യം എടുക്കുന്ന റീഡിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേര് ബാക്ക് സൈറ്റ് എന്നാണ്. ബാക്ക് സൈറ്റ്. നോൺ റെഡ്യൂസ് ലെവൽ ബെഞ്ച് മാർക്കിൽ എടുക്കുന്നതെന്ന് കേൾക്കുമ്പോൾ തന്നെ ബാക്ക് സൈറ്റ് ആയിരിക്കും. 49th question. If the higher values in a series of closed contours on a map are outward indicates. ഹയർ വാല്യൂസ് മാപ്പിൽ ഔട്ട്വേർഡ് വരികയാണെന്നുണ്ടെങ്കിൽ, ഹയർ വാല്യൂസ് ക്ലോസ്ഡ് കോണ്ടൂർസ് മാപ്പ് ഔട്ട്വേർഡ് ഹയർ വാല്യൂസ് പുറത്തേക്ക് ഹയർ വാല്യൂസ് വരുവാണെങ്കിൽ എന്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഡിപ്രഷനെയാണ് സൂചിപ്പിക്കുന്നത്. ലോവർ വാല്യൂസ് ആയിരുന്നെങ്കിൽ അത് ഹില്ലിനെയാണ് സൂചിപ്പിക്കുന്നത്. 50ാമത്തെ ചോദ്യം. ദി പ്രോസസ് ഓഫ് സ്പേസിംഗ് ദി കോണ്ടൂർസ് പ്രൊപ്പോർഷണലി ബിറ്റ്വീൻ പ്ലോട്ടഡ് ഗ്രൗണ്ട് പോയിന്റ്സ് ഈസ്. നമ്മൾ കോണ്ടൂർ സ്പേസ് ചെയ്യുന്നത്, അതായത് ഗ്രൗണ്ട് പോയിന്റിൽ കോണ്ടൂർസ് സ്പേസ് ചെയ്യുന്നതിന് പറയുന്ന പേര് ഇൻ്റർപൊളേഷൻ ഓഫ് കോണ്ടൂർസ് എന്നാണ്. ഒന്നാമത്തെ ഭാഗത്ത് ഈ 50 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ചോദ്യങ്ങളുടെ ഡിസ്കഷൻ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ 51 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായി കാണാം. താങ്ക് യു.